ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. സുഹൃത്തുക്കളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഓരോ കർമ്മവും യജ്ഞമാക്കി മാറ്റുക. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമപി ച വയത് ഇജ്ജതേ ഭരതശ്രേഷ്ഠ ത്വം യജ്ഞം വിദ്ധി രാജസം. അർജുന, ഫലത്തെ ഉദ്ദേശിച്ചോ പൊങ്ങച്ചത്തിന് വേണ്ടിയോ ചെയ്യുന്ന യജ്ഞം രാജസമാണെന്നറിയുക. പ്രിയരെ, പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി സേവനമനുഷ്ഠിക്കുന്നത് പൊതുവെ ലോകത്തെവിടെയും കാണാവുന്ന നിന്ദ്യവും പരിഹാസ്യവുമായ ഒരേർപ്പാടായി തീർന്നിട്ടുണ്ട്. ദക്ഷയാഗത്തിന്റെ കഥ ഓർക്കുന്നത് നന്നായിരിക്കും. ശിവപത്നിയായ സതിയുടെ പിതാവായ ദക്ഷൻ തന്റെ പ്രൗഢി വെളിപ്പെടുത്തുന്നതിന് ഒരു മഹായാഗം നടത്തി. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ സതിയെ പരമശിവനെയും യാഗത്തിന് ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ അധിക്ഷേപിക്കുക എന്നതായിരുന്നു ദക്ഷന്റെ ഉദ്ദേശം. ഒടുവിൽ ആ യാഗസ്ഥലം ദക്ഷന്റെ സർവനാശത്തിന് വഴിതെളിച്ചു. യജ്ഞങ്ങളും പ്രാർത്ഥനയുമെല്ലാം ലോകനന്മയെ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരിക്കണം. നാം ഹവിസർപ്പിച്ച് മഹായാഗങ്ങൾ ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. നാം ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ പ്രവൃത്തികളും നമ്മുടെ മനോഭാവത്തിനനുസരിച്ച യജ്ഞമായിത്തീരുന്നു. നഗരം വൃത്തിയാക്കുന്ന ഒരു തൂപ്പുകാരൻ താൻ ചെയ്യുന്നത് ലോകത്തിനു വേണ്ടിയാണ് എന്ന ഭാവത്തോടെ ചെയ്യുമ്പോൾ അതും ഒരു യജ്ഞമായിത്തീരുന്നു. സ്നേഹപൂർവ്വം, എഞ്ചൻ, കയനാടത്ത്.